കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ വി.ഡി. സതീശനെ വൈകിയാണെങ്കിൽ പോലും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ കോൺഗ്രസ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഹരിയാനയിലും ഒക്കെ കാട്ടിയ മഠേത്തരം ഇവിടെ ആവർത്തിക്കില്ല എന്നാണ് നമ്മളെ ഓർമ്മിപ്പിച്ചത്. നോക്കൂ, വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇത്രമാത്രം ഒറ്റപ്പെട്ടു പോയതിൻ്റെ പിന്നിൽ സംസ്ഥാനത്തെ ശക്തമായ ഗ്രൂപ്പിസവും ആ ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ കേന്ദ്ര നേതാക്കന്മാർ കീഴടങ്ങാൻ തയ്യാറായതും ആയിരുന്നു എന്ന് രാജസ്ഥാനും മധ്യപ്രദേശും ഒക്കെ തെളിയിക്കുന്നുണ്ട്. രാജസ്ഥാൻ്റെ ഒരു പ്രത്യേകത എടുത്ത് പരിശോധിക്കുമ്പോൾ രാജസ്ഥാനിൽ കേരളത്തെ പോലെ കോൺഗ്രസ് സംഘടനാ സംവിധാനം ശക്തമാണ്. അവർ കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വരുമ്പോൾ അവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ, സച്ചിൻ പൈലറ്റിനെ പോലെ ചെറുപ്പക്കാരുടെ പ്രതിനിധി എന്ന് പറയാവുന്ന പുതിയ തലമുറയുടെ ഒരു വക്താവ്, അശോക് ഗെഹ്ലോട്ടിനെ പോലെയുള്ള ഏറെ പാരമ്പര്യമുള്ള ഒരു നേതാവ്, ഇവർ തമ്മിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ചില വ്യവഹാരങ്ങൾ, ചില വാഗ്വാദങ്ങൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ പരാജയം അവിടെ ഏറ്റുവാങ്ങേണ്ടി വരാൻ ഇടയുണ്ടാക്കി. അശോക് ഗെഹ്ലോട്ട് എന്ന തലമുതിർന്ന നേതാവിന് മുഖ്യമന്ത്രിയായി തുടർന്നേ വെക്കൂ എന്നുള്ളൊരു വാശിയാണ് ശ്രീ സച്ചിൻ പൈലറ്റിനെ പോലെയുള്ള ആളുകൾക്ക്, അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് രാജസ്ഥാനിലെ കോൺഗ്രസിൻ്റെ പരാജയം ഉറപ്പാക്കാൻ അവസരമുണ്ടാക്കിയതെങ്കിൽ മധ്യപ്രദേശിലെ ചരിത്രം ഇതിനേക്കാൾ കുറെ കൂടി രൂക്ഷമായി. നോക്കൂ, മധ്യപ്രദേശ് എന്ന ഒരുപക്ഷെ ഉത്തർപ്രദേശൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നായ മധ്യപ്രദേശിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് അധികാരത്തിലേക്ക് മടങ്ങി വന്നത് 2020-ലാണ്. അങ്ങനെ അധികാരത്തിലേക്ക് മടങ്ങി വന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു കേട്ട കമൽനാഥിന് ഏകപക്ഷീയമായി മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോൾ അവിടെ മറ്റൊരു ജനകീയ അടിത്തറയുള്ള ജ്യോതിരാജ് സിന്ധ്യയുടെ അവകാശവാദങ്ങളെ അവഗണിക്കാൻ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വമെടുത്ത തീരുമാനമാണ് മധ്യപ്രദേശിലെ കോൺഗ്രസിന് വിനയായി മാറിയത്. ഒരു ഘട്ടത്തിന് ശേഷം സിന്ധ്യ കുടുംബത്തിൻ്റെ പുതിയ തലമുറയുടെ വക്താവ് മാധവറാവു സിന്ധ്യയുടെ മകൻ 15 MLA-മാരെ കൊണ്ട് കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേരുകയും അത് മധ്യപ്രദേശിലെ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകളിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പോൾ അവസാനം നടന്ന തെരഞ്ഞെടുപ്പിലും മധ്യപ്രദേശിൽ കോൺഗ്രസ് പരാജയം ഏറ്റുവാങ്ങി BJP-ക്ക് അവിടെ അധികാര തുടർച്ച ഉണ്ടാക്കാനുള്ള കാരണം സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെ മാനിക്കുവാൻ കേന്ദ്ര നേതൃത്വം കാട്ടിയ അലസതയായിരുന്നു. നോക്കൂ, ഇതുതന്നെയാണ് ഹരിയാനയിൽ സംഭവിച്ചത്. ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ മടങ്ങി വരുമെന്ന് പൊതുവെ ആളുകൾ ധരിച്ചു വച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങളിലും കോൺഗ്രസിനാണ് മുൻതൂക്കമെന്ന് സർവേകൾ പറഞ്ഞു. എന്നാൽ അവസാനം ഫലം പ്രഖ്യാപിക്കുമ്പോൾ അവിടുത്തെ കോൺഗ്രസിലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വടംവലി ഹരിയാനയിൽ കോൺഗ്രസിനെ പ്രതിപക്ഷ സ്ഥാനത്തിരുത്തി. അങ്ങനെ നോക്കുമ്പോൾ ഹരിയാനയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ നേതാക്കന്മാരുടെ ചില താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുവാൻ കേന്ദ്ര നേതൃത്വം കാട്ടിയ അനാരോഗ്യകരമായ സമീപനം അവിടെ കോൺഗ്രസിന് ദുരന്തമായി മാറിയെങ്കിൽ നോക്കൂ, കേരളത്തിൽ അത്തരം ഒരു തെറ്റ് ഉണ്ടാകരുത് എന്ന് അവസാന നിമിഷമെങ്കിലും ശ്രീ രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ തീരുമാനിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ജനകീയ വികാരത്തിന് മുകളിൽ ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടന ചുമതലയുള്ള ശ്രീ വേണുഗോപാലിന് ഒരുപക്ഷെ MLA-മാരിൽ കൂടുതൽ ആളുകൾ പിന്തുണയുണ്ട് എന്നതിൻ്റെ പേരിൽ സാധാരണ കോൺഗ്രസ്സുകാരുടെ വികാരത്തെ മാനിക്കാതിരിക്കാൻ ചില ഇടപെടലുകൾ തുടങ്ങി വെച്ചെങ്കിലും
വൈകിയെങ്കിലും ശ്രീ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കന്മാർ തങ്ങൾക്ക് വടക്കേ ഇന്ത്യയിൽ സംഭവിച്ച തെറ്റ് കേരളത്തിൽ വെച്ച് തിരുത്തുമെന്നും ആ തീരുമാനം കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകെയുള്ള കോൺഗ്രസ്സുകാർക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശ്രീ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുവാൻ ഇത്തിരി വൈകിപ്പോയെങ്കിൽ പോലും കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത തെറ്റ് കേരളത്തിൽ ആവർത്തിക്കാതെ എടുത്ത ഈ തീരുമാനം തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസിനും ദേശീയ തലത്തിൽ കോൺഗ്രസിനും പുതിയ ഊർജം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.